ഏഷ്യൻ മാർക്കറ്റുകൾ നെഗറ്റീവ് സൈഡിലും അമേരിക്കൻ ഫ്യൂച്ചറുകൾ പോസിറ്റീവ് സൈഡിലും ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും റെക്കോർഡ് ഹൈയിലേക്ക് എത്തിയതിനു ശേഷം ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമാക്കിയിരുന്നു. S&P 0.1 നാസ്ഡാക്ക് 0.8% ഇടിഞ്ഞപ്പോൾ ഡോ ജോൺസ് 0.9% ഉയരുകയാണ് ചെയ്തത്. ജപ്പാന്റെ ഇൻഡെക്സും കൊറിയൻ ഇൻഡെക്സും ഓസ്ട്രേലിയൻ ഇൻഡെക്സും ഒക്കെ നെഗറ്റീവ് സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണം താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള അവസാന ഡേറ്റിൽ മാറ്റമുണ്ടാകില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനെ തുടർന്നാണ്. താരിഫ് ഹൈക്കുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾക്ക് കരാറിൽ ഏർപ്പെടാനുള്ള അവസാന ഡേറ്റ് ജൂലൈ 9 ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ മാർക്കറ്റ് ഏറെക്കുറെ നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ബ്രന്റ് ക്രൂഡിന്റെ വിലയും ഏറെക്കുറെ സ്റ്റേബിൾ ആയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സംഘർഷാവസ്ഥയിൽ അയവ് വന്നതിന് ശേഷവും ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെയും പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിന്റെ വില $67 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും ഏറെക്കുറെ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. നിഫ്റ്റി 25,541 ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറുകയും 1970 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറി. 25,570 ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് 25,470, 25,350 തുടങ്ങിയ ലെവലുകളായിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഈ രണ്ട് സപ്പോർട്ടും നഷ്ടമായാലും 25,000 ഒരു പ്രധാന കുഷനായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് 25,000-അടുത്തേക്ക് മാർക്കറ്റ് ഡിക്ലൈൻ ആവുകയാണെങ്കിൽ അവിടെ ബൈ ഓൺ ഡിപ്പ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും പ്രകടമാവുക. അതേസമയം 25,650, 25,750 തുടങ്ങിയ സോണുകൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയും പ്രവർത്തിക്കും. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കൂടി കടക്കാം. ഒന്നാമത്തേത് ഓട്ടോമൊബൈൽ കമ്പനികൾ. ഹ്യുണ്ടായി മോട്ടോഴ്സ്, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനികളുടെ ജൂൺ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ സെയിൽസ് 59,400 യൂണിറ്റിൽ നിന്നും 60,924 യൂണിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസ് 43,861 യൂണിറ്റിൽ നിന്നും 44,024 യൂണിറ്റിലേക്ക് ഉയർന്നു. എക്സ്പോർട്ട് 14,840 നിന്നും 16,900 യൂണിറ്റിലേക്ക് മന്ത് ടു മന്ത് വർദ്ധിച്ചിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ ടോട്ടൽ സെയിൽസിൽ 6% ഇടിവ് ഇയർ ഓൺ ഇയറിൽ വന്നു. 1.68 ലക്ഷത്തിൽ നിന്നും 1.675 ലക്ഷത്തിലേക്കാണ് സെയിൽസ് ഇടിഞ്ഞിരിക്കുന്നത്. ഡൊമസ്റ്റിക് സെയിൽസ് 12% ഇടിഞ്ഞ് 1.3 ലക്ഷമായി മാറിയപ്പോൾ എക്സ്പോർട്ട് 22% വർദ്ധിച്ച് 37,842 യൂണിറ്റിലേക്ക് എത്തി. ഡൊമസ്റ്റിക് പാസഞ്ചർ സെയിൽസിൽ 13% ഇടിവ് വരികയും ചെയ്തു. ഫണ്ട് റൈസ് പോയിന്റ് ഓഫ് വ്യൂ ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക്, അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിൻ്റെ ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് 2,570 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി അദാനി എൻ്റർപ്രൈസസ് 500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യും. ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴി 500 കോടി രൂപയുടെ അഡീഷണൽ ഫണ്ട് റൈസും കമ്പനി നടത്താൻ സാധ്യതയുണ്ട്. സീഗിൾ ഇന്ത്യ എന്ന കമ്പനിക്ക് 1,119 കോടി രൂപയുടെ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സൈഡിൽ നിന്നും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. നോർത്തേൺ അയോധ്യ ബൈപ്പാസ് നിർമ്മിക്കുന്നതിനാവശ്യമായ ഓർഡറാണ് സീഗിൾ ഇന്ത്യ എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. JSW എനർജി എന്ന കമ്പനി രാജസ്ഥാൻ വിദ്യുത് ഉത്പാദൻ നിഗം ലിമിറ്റഡുമായി ചേർന്ന് പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ JSW എനർജി എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്ത്യ പെസ്റ്റിസൈഡ്സ് എന്ന കമ്പനി അതിൻ്റെ ഫോർമുലേഷൻ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടോട്ടൽ ഫോർമുലേഷൻ പ്രൊഡക്ഷൻ 3,500 മെട്രിക് ടൺ പെർ ആനത്തിൽ നിന്നും 6,500 മെട്രിക് ടൺ പെർ ആനമായി ഉയർന്നു. നൈബ് എന്ന ഡിഫൻസ് സെക്ടറിലെ സ്മാൾ ക്യാപ് സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ടാരറ്റ് സ്ട്രക്ചർ എന്ന കമ്പനിയിൽ നിന്നും 22 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നൈബ് എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. കൻറ്റാബിൾ റീറ്റെയിൽ എന്ന കമ്പനി പുതിയ 3 ഷോറൂമുകൾ കൂടി ഓപ്പൺ ചെയ്ത് ടോട്ടൽ ഷോറൂമുകളുടെ എണ്ണം 607 എത്തി. വിവിധ മെറ്റൽ ഓർ പ്രൊഡക്ഷൻ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ടും പ്രൊഡക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. NMDCയുടെ ജൂൺ മാസത്തെ പ്രൊഡക്ഷൻ 3.37 മില്യൺ ടണ്ണിൽ നിന്നും 3.57 മില്യൺ ടണ്ണിലേക്ക് ഉയർന്നപ്പോൾ സെയിൽസ് 3.73 മില്യൺ ടണ്ണിൽ നിന്നും 3.58 മില്യൺ ടണ്ണിലേക്ക് ഇടിഞ്ഞു. ലോയിഡ് മെറ്റൽസിൻ്റെ സെയിൽസ് ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുന്നു. അയറൺ ഓർ പ്രൊഡക്ഷൻ 4 മില്യൺ ടണ്ണായി തുടരുകയാണ്.
REC എന്ന കമ്പനി SRWR പവർ ട്രാൻസ്മിഷൻ എന്ന കമ്പനിയെ അതിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റി. നസാര ടെക്നോളജി എന്ന കമ്പനി AFK ഗെയിമിംഗ് എന്ന കമ്പനിയെ അതിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാക്കി മാറ്റിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കാം. MOIL എന്ന കമ്പനി മാംഗനീസ് ഓറിൻ്റെ വിലയിൽ 2% വർധനവ് വരുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ട്രേഡിംഗ് സെഷനിൽ MOIL എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഏഷ്യൻ പെയിൻറ്റ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഡെക്കറേറ്റീവ് പെയിൻറ്റ് സെഗ്മെൻറ്റിലെ ഡൊമിനൻ്റ് പൊസിഷൻ ഏഷ്യൻ പെയിൻറ്റ് എന്ന കമ്പനി ദുരുപയോഗം ചെയ്തു എന്ന് ആരോപിച്ച് ഗ്രാസിം ഇൻഡസ്ട്രീസ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിച്ചിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സ്റ്റോക്കുകളെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. പാരസ് ഡിഫൻസ് എന്ന കമ്പനിക്ക് ഫ്രാൻസിൽ നിന്നും 22 കോടി രൂപയുടെ ചിമേറ കൗണ്ടർ ഡ്രോൺ സിസ്റ്റം സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പാരസ് ഡിഫൻസ് എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഹീറോ മോട്ടോർ കോർപ്പ് 59,490 രൂപയുടെ എക്സ് ഷോറൂം വിലയുള്ള 2 ഇലക്ട്രിക് സ്കൂട്ടർ മോട്ടോറുകൾ VX2 പ്ലസ് VX2 ഗോ തുടങ്ങിയ വേരിയൻറ്റുകൾ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഹീറോ മോട്ടോർ കോർപ്പ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് 37 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റൈറ്റ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഡൈനാമിക് കേബിൾസ് അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ 25 കോടിയിൽ നിന്നും 50 കോടിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. സാഗിൾ പ്രീപെയ്ഡ് ഓഷൻ സർവീസ് എന്ന കമ്പനി DTDC എക്സ്പ്രസ്സുമായി ചേർന്ന് 5 വർഷത്തെ സാഗിൾ സേവ് സൊല്യൂഷൻ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സെൻ ടെക്നോളജി എന്ന കമ്പനി TASA എയറോസ്പേസ് പവർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 76% സ്റ്റേക്ക് എഗ്രി ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സെൻ ടെക്നോളജി എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്